സവിശേഷമായ സാഹചര്യമുണ്ട്. ഞങ്ങൾക്കിടയിൽ നിന്ന് സാഹിത്യലോകത്ത് കടന്നു വന്ന എഴുത്തുകാരിയാണ് അജിതാമത. അവർക്കുള്ള പുരസ്കാരം ലഭിച്ച ഞങ്ങളുടെ ഗായികയാണ് എന്ന് ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി പലവട്ടം പറയാറുണ്ട്. ഇപ്പോഴിതാ പ്രവാസി ഭാരതി പുരസ്കാരം ലഭിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് അജിതാമത. ആനക്ക് മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ പലവട്ടം പല വേദികളിലായി ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, അജിതാമത നാട്ടുവെളിച്ചത്തിൻ്റെ എഴുത്തുകാരിയാണ്, നാട്ടുവെളിച്ചത്തിൻ്റെ ഗായികയാണ്. അജിതക്കുള്ള സ്നേഹോപഹാരം നൽകുകയാണ് കോഴിക്കോടിൻ്റെ പ്രിയങ്കരിയായ മേയർ ബീന ഫിലിപ്പ് മേഡത്തെയും അജിതാമതവിനെയും ക്ഷണിക്കുകയാണ്. കോഴിക്കോടിന്റെ മണ്ണിൽ സാഹിത്യവും സംഗീതവും എത്രത്തോളം തളച്ചു വളരും എന്നതിന്റെ ഉദാഹരണമാണ് ഓരോ ദിവസം നടക്കുന്ന നമ്മുടെ ടൗൺ ഹാളിലുള്ള ജനത്തിരക്കും ജനമാധുര്യവും. കാരണം കോഴിക്കോടിന്റെ മണ്ണ് അങ്ങനെയാണ്. സംഗീതത്തെ എന്ന പോലെ തന്നെ സാഹിത്യത്തെയും അളവറ്റ് സ്നേഹിക്കുന്ന മണ്ണാണ് നമ്മുടെ കോഴിക്കോട്. അതുകൊണ്ട് തന്നെയാണ് ലോകോത്തര ബഹുമതിയായ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നമ്മുടെ മണ്ണിലേക്ക് നമ്മളെ തേടിയെത്തിയതും. അതിനാൽ ഈ നാട്ടുകാരോടും അതേപോലെ തന്നെ പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ കോഴിക്കോട് എല്ലാ ജനങ്ങളോടും ജനതയോടും നമ്മൾ എല്ലാവരും തന്നെ കടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു പദവിയിലേക്ക് എത്തിച്ചതിന്. കോഴിക്കോട് നാട്ടുവിളിച്ചും ഈ സംഗീത ഗ്രൂപ്പിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 9 വർഷത്തോളമായി തുടക്കക്കാരിയായ ഒരു ഗായിക കൂടിയാണ് എന്ന് എനിക്ക് അഭിമാനം പൂർവ്വം പറയാം. മറ്റു പലരും കൂടെ തന്നെ ഞാനും അതിൽ ഒരാളാണ്. ഇതൊന്നും കിട്ടിയ ഈ നാട്ടുവെളിച്ചത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനം തന്നെയാണ് എങ്കിൽ ഉറങ്ങിക്കിടുന്നിരുന്ന സംഗീതത്തെ തൊട്ടുണർത്തിയാലും അതേപോലെ തന്നെ സംഗീതം പിന്നെ ആ പേര് കഴിച്ചു വളരാനുമുള്ള ഫലഭൂഷ്ടമായ മണ്ണ് എനിക്ക് ഒരുക്കി തന്നത്. ഒരു നാട്ടുപുറത്തുകാരിയായ ഞാൻ സിറ്റിയിലേക്ക് മരണപ്പെട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഈ സംഗീതവും സാഹിത്യവും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ തന്നെ മറന്നുപോയിരുന്നു. പിന്നെ സാഹചര്യം ഒത്തു വന്നപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ ഈ കോഴിക്കോടായതുകൊണ്ടായിരിക്കാം അതിനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ എനിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എനിക്ക് പറ്റി. ഒറ്റപ്പെടലുകളുടെ ഒരു ഘോഷയാത്രയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അതേപോലെ ഈ ഒരു രംഗത്തേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞതും എൻ്റെ ഹസ്ബൻഡ് മാധവിയുടെ ആ ഒരു പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒപ്പം എൻ്റെ കഠിനാധ്വാനവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും TV കണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഊറും ഉറക്കും ഇല്ലാതെ ഇരുന്ന് എഴുതുകയായിരുന്നു. കാരണം വള്ളത്തോൾ പുരസ്കാരം എനിക്ക് ഭയങ്കര ഉത്തരവാദിത്വ ബോധം എൻ്റെ തലയിൽ കൊണ്ടെത്തിച്ചു. അത് പക്ഷേ കവിതാ സമാഹാരത്തിനായിരുന്നു കിട്ടിയത്. പിന്നീട് ഞാൻ എഴുതുന്നതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്നത് എൻ്റെ വിഷമ സന്തോഷങ്ങൾ അതേപോലെ പ്രണയങ്ങൾ വേദനകൾ ഒക്കെ എഴുതി വെക്കുന്നതിൽ നിന്നും പുറത്തേക്ക് ഞാൻ പോകേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലേക്ക് കടക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. വാഗ്ഭടാനന്ദനെ കുറിച്ച് ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായൊരു കാരണം നമ്മുടെ മലബാറുകാരനായ ഒരു ആത്മീയ നേതാവും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനുമായ ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവനെ കുറിച്ച് അധികം ആരും അറിയില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് വാഗ്ഭടാനന്ദനെ കുറിച്ച് തന്നെ എഴുതാമെന്ന് വിചാരിച്ചത്. നിങ്ങളെല്ലാം അറിയാം, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഓഫ് കേരള ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ആ പേര് അറിയാത്തവരാരും
ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ആ പുസ്തകം ഞാൻ എഴുതിയപ്പോൾ വളരെ നല്ലൊരു സ്വീകരണമാണ് എനിക്ക് ലഭിച്ചത്. പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും ബാക്കിയില്ലാതെ അത് വിറ്റഴിക്കാനും പറ്റി. ഇനിയും അതിൻ്റെ പുസ്തകം ബാക്കി കോപ്പികൾ എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ അധികം സ്വാധീനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു പരിധിയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷമവും കൂടി എനിക്കുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയൊരു രീതിയിലേക്ക് പോവുകയായിരുന്നു. എന്നാലും ഞാൻ അഭിമാനിക്കുകയാണ്. പ്രസാർ ഭാരതി ഈ വർഷത്തെ 2025 കോഴിക്കോട് നിന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തതല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പ്രവാസി ഭാരതി സാഹിത്യ പ്രതിഭാ പുരസ്കാരം എന്ന ഈ പുസ്തകത്തിനാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതേപോലെ നാട്യവെളിച്ചത്തിനെ കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല. കോഴിക്കോട് ഇപ്പോൾ വളർന്നു വന്ന ഒരുപാട് പ്രൊഫഷണൽ സീനിയേഴ്സ് പലരും നമ്മുടെ നാട്യവെളിച്ചത്തിലൂടെയാണ് വെച്ച് വളർന്നത് എന്നുള്ള ഒരു സത്യം പലർക്കും അറിയുന്ന പരസ്യമായ ഒരു രഹസ്യമാണ്. ഇതിന് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നാട്യവെളിച്ചത്തിൻ്റെ സുബിയേട്ടൻ ഒരുപാട് നന്ദി സന്തോഷവും പറയാതെ പറ്റില്ല. കാരണം പലരും അങ്ങനെ ചെയ്യാറില്ല. എന്താ പറയാ, ഒരിക്കലും പോലും ഒരു സ്റ്റേജ് കണ്ടിട്ടില്ലാത്ത പലരും ഇന്നും ഇവിടെ പാടുന്നുണ്ട്. ആദ്യമായി ടൗൺ ഹാളിൽ കഴിയുന്നവർ വരെ ഇവിടെ പാടുന്നുണ്ട്. കാരണം അത് നല്ലൊരു അംഗീകാരമാണ്. കഴിവുള്ളവർക്ക് അതാണല്ലോ വേണ്ടത്. പാടുന്നവർക്ക് എപ്പോഴും ചാൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. കഴിവുള്ളവർ അത് പുറത്ത് കാണിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തുന്നത് വലിയൊരു മഹത്തായ ഒരു മാനസികമായ ഉടമ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ കൂടെ ഒരു തെളിവാണ് ഇന്ന് നാട്യവെളിച്ച സിംഗേഴ്സ്. അപ്പം ഇന്ന് എനിക്ക് ഇന്ന് ആദരവ് തന്ന് ഞങ്ങളുടെ നാട്ടുവിളിച്ചും ജീവനും അതേപോലെ ഈ പ്രോത്സാഹനമായി വന്ന നിങ്ങളെല്ലാം ഓരോരുത്തർക്കും പ്രത്യേകമായി ദൈവത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.